അപ്പോൾ തമിഴ്നാട്ടിലെ കരൂര് വലിയൊരു ദുരന്തം സംഭവിച്ചിരിക്കുകയാണ്. ഇന്ന് മുഴുവനും അല്ലേ അതിൻ്റെ വാർത്തകളാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ദുരന്തമാണെങ്കിൽ അതിലൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചകളിലേക്കൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് മാധ്യമങ്ങൾ മുഴുവൻ നിറഞ്ഞിരിക്കുന്ന വിജയ് ആണ്. എന്താണ് അശ്വിൻ്റെ അഭിപ്രായം ഇതിനെക്കുറിച്ചുള്ള ഒരു? എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഒരുമാതിരി കരുതിക്കൂട്ടിയിട്ടുള്ള പരിപാടിയാണ്. ഇത് തന്നെത്താനെ സംഭവിച്ചാണോ? അത് പല ചർച്ചകൾ നമ്മുടെ സംഭവം നടക്കുന്നുണ്ട്. ഇത് സംഭവിച്ചതാണ്. പിന്നെ ഇതിന്റെ ഈ പറയുന്ന പോലെ ഇത് TVK എന്ന് പറയുന്ന പാർട്ടി അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വിജയ് എന്ന് പറയുന്ന ഒരു നേതാവിന്റെ കുഴപ്പമാണോ അതോ അവിടുത്തെ പോലീസ് സംവിധാനങ്ങളുടെ? ഐ മീൻ ഇങ്ങനെ തിക്കും തിരക്കുകളൊക്കെ എല്ലായിടത്തും ഉണ്ടാവും. ഇപ്പൊ ഞാൻ പണ്ടൊക്കെ ഇടിച്ചുകൂത്തി തിയേറ്ററിന്റെ ഇടയിൽ സിനിമ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോകുന്ന സരിതയിലായാലും ഞങ്ങളുടെ പെരുമ്പാവൂരായാലും ഈ വിമിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. വിജയുടെ സിനിമയ്ക്കും മോഹൻലാലിന്റെ സിനിമയ്ക്കൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. അപ്പൊ ഈ തിരക്കില് ഭയങ്കര സഫറിങ് ആണ്. അതായത് ഒന്ന് താഴേക്ക് പോയി കഴിഞ്ഞാൽ ശ്വാസം കിട്ടില്ല, ആ ഒരു അവസ്ഥയാണ്. അപ്പൊ അതായത് അവർ പറയണ പ്ലാൻ ചെയ്ത് വെച്ചാൽ 10,000 സ്ഥാനത്ത് 50,000 60,000 പേരോളം വന്ന് അത്ര തിക്കും അതിന്റെ സമയത്ത് ഉണ്ടാവുന്ന ഒരു സംഭവമാണ്. നമുക്ക് കുസാറ്റില് കഴിഞ്ഞ ദിവസം സംഭവിച്ചതാണ്. പിള്ളേര് 4 പേര് മരണപ്പെട്ടതാണ്. ഇപ്പോഴും അതിന്റെ കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും ആ ഓഡിറ്റോറിയം ഓപ്പൺ അല്ല. ഇത് ഭയങ്കര, അതായത് ഇങ്ങനത്തെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ സ്വയം നോക്കുക. അതാണ് ആദ്യം തന്നെ ചെയ്യാനുള്ളത്. നമ്മൾ സ്വയം ഇത് നമുക്കിപ്പോ ഈ പറഞ്ഞ പോലെ ആരെയും കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സമയത്ത് പറയുന്നില്ല. നമ്മൾ ഒരു സ്വയം ഒരു സുരക്ഷ എപ്പോഴും നമ്മൾ എന്നുള്ളത് തന്നെയാണ്. ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ അപകടം ഉണ്ടാവുമോ? ഇതിന്റെ മെയിൻ കാരണം വെച്ചാൽ ഇപ്പൊ ഈ പറയുന്ന കരൂർ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം, ഞാൻ കരൂര് പോയിട്ടില്ല, പക്ഷെ ഞാൻ മനസ്സിലാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് പാലക്കാട് നിന്ന് 180 കിലോമീറ്റർ ആണ്. അതായത് പാലക്കാട് കഴിഞ്ഞാൽ കോയമ്പത്തൂർ കഴിഞ്ഞിട്ടുള്ള ജില്ലയാണത്. അത് കുറച്ച് ഒരു ഗ്രാമപ്രദേശമാണ് അല്ലെങ്കിൽ കുറെ ഈ കൃഷിയൊക്കെ ഉള്ള ഒരു ഏരിയ ആണ്. അപ്പൊ അവിടെ ശരിക്കും എനിക്ക് തോന്നുന്നു വിജയ് വേറൊരു വലിയൊരു സ്ഥലത്ത് അനുമതി ചോദിച്ചിരുന്നു, അവിടെ അനുമതി കിട്ടിയില്ല. അങ്ങനെ ഇവിടെയാണ് അനുമതി കൊടുത്തത്. അപ്പോ ഈ വിജയിനെ പോലത്തെ ഇതിപ്പോ രാഷ്ട്രീയക്കാര് അല്ലെങ്കിൽ രാഷ്ട്രീയ അനുഭാവികൾ, TVKയുടെ അനുഭാവികൾ മാത്രമല്ല, വിജയുടെ ആരാധകരാണ് ഇതിൽ 70% വന്നിരിക്കുന്നത്. അവർ വേറെ പാർട്ടിക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ എന്താന്ന് വെച്ചാൽ 10,000 പേർക്ക് ഉൾക്കൊള്ളാവുന്ന ഒരു സ്ഥലത്ത് അതിന്റെ ഒരു ഇരട്ടിയോ അല്ലെങ്കിൽ 3 ഇരട്ടിയോ ആളുകൾ വന്നപ്പോ ഇത് ഈ അവിടുത്തെ ഒരു പോലീസ് സംവിധാനങ്ങൾ അവരിത് പ്രതീക്ഷിക്കേണ്ടതാണ്. അത് വരും എന്നുള്ളത് പ്രതീക്ഷിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള എനിക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഇന്നലെ എനിക്ക് കണ്ടിട്ട് തന്നെ എനിക്ക് പേടിയെന്ന് വെച്ചാൽ വിജയുടെ ഒരു കാരവാൻ കിടക്കുന്നു, അതിന്റെ മുകളിൽ വിജയ് നിൽക്കുന്നു, ചുറ്റും സൂചി കുത്താൻ പോലും ഇടയില്ല എന്ന് പറയുന്ന പോലെയാണ് ഇത്രയും ആൾക്കാരവിടെ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞ ഒന്ന് വണ്ടി ഒന്ന് അങ്ങോട്ട്, അതായത് അവിടെ തന്നെ ചതഞ്ഞെറിഞ്ഞ ആൾക്കാർ മരിക്കും. ഞാൻ പറഞ്ഞ ഇങ്ങനെ ആൾക്കാരെ കുത്തി നിറയ്ക്കരുത്. ഗവൺമെന്റിന്റെ ഒരു അതെന്തായാലും ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പോലീസ് അത് ശ്രദ്ധിച്ചിട്ട് അതായത് ഇവര് അനുമതി കൊടുത്തത് പോലീസാണല്ലോ. അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അതിന് ഈ പറഞ്ഞ പോലെ TVKയുടെ ഉത്തരവാദിത്വം ഇല്ല എന്നൊന്നും പറയുന്നില്ല. കാരണം അവരും അവരുടെ ഒരു വോളണ്ടിയേഴ്സ് ഉണ്ടാവുമല്ലോ TVKയുടെ. പക്ഷെ അപ്പുറത്തെ പോലീസിനൊരു ഇതുണ്ടായിരിക്കണം. കാരണം ആ രീതിയിൽ ആൾക്കാരെ അവിടെ കിടത്തി വിടാൻ പാടുള്ളൂ. പിന്നെ എല്ലാവരും പറഞ്ഞ വിജയ് 5 മണിക്കൂർ ലേറ്റ് ആയിട്ട് വന്നത്, അതെന്തായാലും ലേറ്റ് ആയി വന്നത് ഒരു കാരണമാണ്. കാരണം അത്രയും ആൾക്കാർ കൂടി. പക്ഷെ എനിക്ക് തോന്നുന്നു നാമക്കലിലെ പരിപാടി കഴിഞ്ഞിട്ടാണ് വിജയ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ അവിടുന്ന് പരിപാടി കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരാനുള്ള എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ആ ദൂരവും മുഴുവനും ആൾക്കാർ നിറഞ്ഞു നിൽക്കുക. അപ്പൊ ഈ ബ്ലോക്കിൽ നിന്ന് പുള്ളിക്ക് അങ്ങോട്ടേക്ക് എത്താനുള്ള 5 മണിക്കൂറൊന്നും എടുക്കണ്ട, പക്ഷെ എങ്കിലും എത്താനുള്ള ഒരു പിന്നെ വേറൊരു പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പക്ഷെ വിജയുടെ പക്വതയില്ലായ്മയായിരിക്കും. വിജയ് അവിടെ നിന്ന് ഈ ആൾക്കാർ ബുദ്ധിമുട്ടുന്നത് കണ്ടിട്ട് കുപ്പി വെള്ളം എറിഞ്ഞു കൊടുത്തു. ഒരു കുപ്പി വെള്ളം എറിഞ്ഞു കൊടുത്തപ്പോ തന്നെ 100 കണക്കിന് ആൾക്കാർ ആ വെള്ളം, അതായത് എറിയുന്നത് വിജയ് അല്ലേ, നാളെ അവർക്ക് വിജയ് തന്ന കുപ്പി എന്ന് പറഞ്ഞ് ചിലപ്പോ അവരൊരു സന്തോഷമാണ്. അത് ശരിക്കും വിജയ് ഒരു ഉദ്ഘാടനങ്ങൾ പോകുമ്പോ ഇങ്ങനെ വെള്ളം, ഞാനിപ്പോ ലേറ്റസ്റ്റ് ആണ് ഹീറോസിന്റെ ഉദ്ഘാടനത്തിന് പോയപ്പോ ഇങ്ങനെ വെള്ളം ഇങ്ങനെ എറിഞ്ഞു തന്നെ കൊടുക്കാറുണ്ടായത്. അതൊന്നും സൂക്ഷിക്കണം. കാരണം ആൾക്കാർ അത് പിടിച്ചു വാങ്ങാൻ വേണ്ടി അപ്പൊ ഉരുണ്ട് താഴേക്ക് ശരിയാണ് സംഭവമുണ്ട്. അപ്പൊ അത് പക്ഷെ ഈ പറയുന്ന പോലെ ഇനിയിപ്പോ ഈ പറഞ്ഞ പോലെ പക്ഷെ ഒരു കാര്യം തന്നെ ശ്രദ്ധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് വന്ന സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായിട്ടില്ല ഇവിടെ ഒരു മീഡിയ മുഴുവനും വിജയിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലോട്ട് മാറുന്ന ഒരു അവസ്ഥയിലോട്ട്. ഏത് ചാനൽ എടുത്താലും നമ്മുടെ മലയാളത്തിൽ തന്നെ ഏത് ചാനൽ എടുത്താലും ഇതൊരു വിജയനിക്ക് എതിരായിട്ട് പറയുന്ന അതിലൊരു പൊളിറ്റിക്സ് ഉണ്ടോ? കാരണം പല അതായത് ഈ എല്ലാവരും എത്തുന്നു എന്നൊക്കെ പറയുന്നത് പല ചർച്ചകൾ വരുന്നുണ്ട് ഈ രീതിയിൽ. അതായത് ഈ ദുരന്തം ഇവര് എന്താ പറയുക റൂളിംഗ് പാർട്ടി വരുത്തി വെച്ചു എന്നല്ല പറയണത്. പക്ഷെ ഒരു ദുരന്തം സംഭവിക്കണമെങ്കിൽ സംഭവിക്കട്ടെ, അത് മുതലാക്കാവുന്ന രീതിയിലോട്ട് പോകുന്നുണ്ടോ എന്നൊരു ചർച്ചകൾ വരുന്നുണ്ട്. അപ്പൊ രണ്ടുപേരുടെയും പ്രശ്നങ്ങളുണ്ട്.
അതുകൊണ്ട് മുഴുവനും ഈ TVKയുടെ തലയിലോട്ട് എടുത്തു വെച്ചിട്ട് ഇത് ചെയ്യുന്നതിൽ അർത്ഥമില്ല. പിന്നെ പറഞ്ഞാല് വിജയ്ക്ക് ഒരു പോപ്പുലാരിറ്റി കൂടുതലായിരുന്നു. ഇതൊരു വിജയ്ക്ക് ഒരു അടി തന്നെയാണ് അത്. അത് സംഭവിച്ചത് എങ്ങനെ സംഭവിച്ചാലും അതൊരു വിജയ്ക്കൊരു എങ്ങനെ വിജയ് ഇതിനെ അതിജീവിക്കും എന്നുള്ളതാണ് ഇച്ചിരി പാട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ ഗവൺമെന്റിനോട് അല്ലെങ്കിൽ നമ്മുടെ ഇനിയിപ്പോ നമ്മുടെ മെസ്സിയൊക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ അതൊന്നാമത്തെ കാര്യം. നമ്മുടെ ഇവിടെ ഫോർട്ട് കൊച്ചിയിൽ നമുക്ക് അറിയാം എല്ലാം ന്യൂ ഇയറിനും നല്ല തിരക്ക് വരുന്നതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ 2 പാലങ്ങൾ അടയ്ക്കും. അതായത് പോലീസ് അതിനെതിരുള്ള ഒരു പ്രിക്കോഷൻസ് എടുക്കണയാണ്. 2 പാലങ്ങൾ അടയ്ക്കും. അതായത് ഇന്ന 6 മണിക്ക് ശേഷം അവിടെ കടത്തിവിടില്ല. ഫോർട്ട് കൊച്ചി പോകാൻ പോലും അല്ല നമുക്ക് ആ ഒരു ന്യൂ ഇയർ സമയത്ത്. അത് നമ്മൾ ഇവിടെ എടുക്കുന്ന ഒരു പ്രിക്കോഷനാണ്, അപകടങ്ങൾ ഇല്ലാതിരിക്കുക. എന്നാലും അവിടെ തിരക്കാണ്, അത്ര ആൾക്കാർ വരും. അതേപോലെ നമ്മുടെ മലയാറ്റൂരും അതേപോലെ തന്നെ ചെയ്യാറുണ്ട്. ലോകമെമ്പാടുള്ള ആൾക്കാരുണ്ട്. ഈ പറഞ്ഞ കരൂര് വന്നതിനെക്കാട്ടും കൂടുതൽ ആൾക്കാർ തൃശ്ശൂർ പൂരത്തിന് വരുന്നുണ്ട്. പക്ഷെ തൃശ്ശൂർ പൂരം ഉണ്ടെങ്കിൽ അറിയാം, നമുക്ക് തേക്കിൻകാട് ആ ഗ്രൗണ്ട് ആയാലും റൗണ്ട് ആയാലും തൃശ്ശൂരുള്ള എല്ലാ ഏരിയ സമയത്ത് ഫുള്ളായിരിക്കും. പക്ഷെ അതിനൊരു ഡിസിപ്ലിൻ ഉണ്ട്, അതിന് വന്നു പോകാൻ ഒരു ഇതുണ്ട്, ഒരു ഡിസിപ്ലിൻ ഉണ്ട്. ആ ഡിസിപ്ലിൻ ഇവിടെ വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതിന് എല്ലാവരും ഉത്തരവാദികൾ തന്നെയാണ്. അത് പക്ക ഈ പോലീസിന്റെ അനാസ്ഥ തന്നെയാണ്. അതൊന്നും പറയാനില്ല കാര്യത്തില്. അവര് നല്ല രീതിയിൽ വേണ്ടോണം അവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ പോലീസിനെ ആഡ് ചെയ്യുക. അവര് ഇവിടേക്ക് വരാനുള്ള, അതായത് വിജയ് വരുന്നുണ്ട്, തിരക്കുണ്ടാവും, അപ്പൊ ഇങ്ങോട്ട് വരാനുള്ള ഇത് തടസ്സപ്പെടുത്താം. അതായത് ഇത്ര പരിപാടി നടക്കുന്ന ഇത്ര ആൾക്കാർ വരും, അതുകൊണ്ട് നിങ്ങൾ ആ പാലങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അടച്ചു വെച്ച് അവിടെ ഒരു ഇത് ചെയ്യേണ്ടതായിരുന്നു. അങ്ങനെയാണ് ഇത്ര ഒരാൾ പോലും മരിക്കില്ലായിരുന്നു. ശരിക്കും പറഞ്ഞു ഒരാൾ പോലും അതിൽ മരിക്കില്ലായിരുന്നു അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ. ഇത് ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റിന്റെ നല്ല രീതിയിൽ അനാസ്ഥയുണ്ട്, പോലീസിന്റെ നല്ല രീതിയിൽ അനാസ്ഥയുണ്ട്. വെറുതെ വിജയ്ക്ക് മാത്രം വിജയുടെ കുറ്റമാണെന്നുള്ള രീതിയിലേക്ക് മാത്രം ഇത്. പിന്നെ എല്ലാവരും പറഞ്ഞതാണ് വിജയ് ഇത് കഴിഞ്ഞ് അവിടെ നിന്നില്ല, വിജയ് പോയി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞെങ്കിൽ ആ സമയത്ത് വിജയ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ, അവിടെ നിന്നിരുന്നെങ്കിൽ എങ്ങനെ ക്രൗഡ് റിയാക്ട് ചെയ്യുന്നു പറയാൻ പറ്റില്ല. കാരണം അരമണിക്കൂർ കൊണ്ട് മുഴുവനും വിജയ് ഒരു വില്ലനായിട്ടാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ മുഴുവൻ അങ്ങോട്ട് വിജയനെ കൊലയാളി വില്ലൻ എന്നൊക്കെ പറഞ്ഞു. അതായത് വിജയ്ക്കൊന്ന് ചിന്തിക്കാൻ ഒരു വിജയ് ചെയ്തത് ആ കാര്യത്തിൽ വിജയ് ചെയ്തതിന് കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം വിജയ് ചെന്നൈ പോയി സിറ്റുവേഷൻ അവിടെ നിന്നുകൊണ്ട് നോക്കി. ഇനി നമുക്ക് നോക്കാം നാളെയൊക്കെ വിജയ് എങ്ങനെയാണ് ഇനി റിയാക്ട് ചെയ്യാൻ പോകുന്നത്. കാരണം ആ സമയത്ത് വിജയ് ഹോസ്പിറ്റലിൽ അതായത് എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ പോലെ സ്റ്റാലിനും അല്ലെങ്കിൽ മന്ത്രിമാര് ഹോസ്പിറ്റലിൽ ഒന്നും വിജയ് തിരിഞ്ഞു നോക്കിയില്ല. സ്റ്റാലിനോ മറ്റ് മന്ത്രിമാരോ അല്ല വിജയ് ഹോസ്പിറ്റലിൽ വന്നാൽ ഇതേപോലെ ആൾക്കൂട്ടം കൂടും. അപ്പൊ വീണ്ടും പ്രശ്നങ്ങൾ വരും, എതിരുകൾ വരും. ഈ വിജയ് ആയാലും രജനീകാന്ത് ആയാലും ഒക്കെ ഇവര് ശരിക്കും ഒരു എന്താ പറയാ വേറൊരു തരത്തിലുള്ള താരങ്ങൾ തന്നെയാണ്. അതായത് ഇവരങ്ങനെ എന്നും പബ്ലിക്കിലേക്ക് വരികയോ എന്നും ഈ പറഞ്ഞ പോലെ തന്നെ, അതായത് ആഴ്ചയിൽ ഇങ്ങനെ വന്നിട്ട് ഇവരിങ്ങനെ വന്ന് ആൾക്കാരെ കാണുന്നു പോകുന്ന ഒരു സെലിബ്രിറ്റി അല്ല. ഇവരെ വല്ലപ്പോഴും കാണുന്ന സെലിബ്രിറ്റിയാണ്. അപ്പൊ ആ ഒരു ആരാധന ഉണ്ട് ആൾക്കാർക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇവര് പബ്ലിക്കിലേക്ക് അങ്ങനെ ഓവറായിട്ട് ഇറങ്ങാത്തതും. ഇവർക്ക് സൂക്ഷിച്ചേ ഇറങ്ങാൻ പറ്റുള്ളൂ. ഇവർക്ക് അങ്ങനെ ക്രൗഡിന്റെ ഇടയ്ക്ക് വന്നിട്ട് അങ്ങനെ ബഹളം എന്താ പറയാ ക്രൗഡിന്റെ ഇടയ്ക്ക് വന്നിട്ട് ഇവർക്ക് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇനി വിജയ് എന്ത് ചെയ്യണു എന്നുള്ളത് നോക്കാം. സംഭവം ഇത് കഴിഞ്ഞ ശേഷമുള്ള ഇവരുടെ പ്രവർത്തനങ്ങൾ മന്ത്രിമാരുടെയും സ്റ്റാലിന്റെ അതിലൊക്കെ കറക്റ്റ് ആണ്. അതൊന്നും നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല. ഇതിപ്പോ ഈ പറഞ്ഞ പോലെ ഇതിൽ മറ്റു കാര്യങ്ങളുണ്ടോ എന്താ പറയാ CBIക്ക് അന്വേഷിക്കാൻ കൊടുക്കേണ്ടതാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ന്യൂസ്. എന്തായാലും കാരണം ഇതിനു മുമ്പ് കല്ലേറുണ്ടായി അത്ര അവിടെ 20 പേരോട് എന്തോ വലിയ കല്ലേറൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ പുതിയ അപ്ഡേഷൻ ആണ്. അപ്പൊ CBI എന്തോ അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇതിന് വ്യക്തമായിട്ടുള്ള ഒരു ഇത് വേണം. കാരണം നമ്മളെല്ലാവരും നമ്മളിപ്പോ കേരള മലയാളീസ് ആണെങ്കിൽ പോലും നമ്മൾ ഒരുപാട് ഉറ്റുനോക്കുന്ന ഒരു സംഭവമാണ് ഈ അവിടുത്തെ ഇലക്ഷൻ, തമിഴ്നാട് ഇലക്ഷൻ. അപ്പൊ അത് നമുക്കും അത്ര വേദനയുണ്ട്. ഇത്ര പേര് 40ഓളം പേര് മരിച്ചു. നമുക്കും കേൾക്കുമ്പോഴൊരു രാവിലെ ഒരു 11 മണിക്ക് ശേഷമുള്ള അപ്ഡേറ്റ്സ് ഞാൻ അധികം നോക്കിയിട്ടില്ല. അതിന്റെ ഇടയ്ക്ക് അതിന് മുമ്പ് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ അവിടുത്തെ പ്രതിപക്ഷം ഈ പറഞ്ഞ പോലെ AMDMK ആയാലും BJP ആയാലും ഒക്കെ എനിക്ക് തോന്നുന്നു അവരങ്ങനെ വിജയനെ കുറ്റപ്പെടുത്തുന്ന, അവര് DMK-നെ കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ്. അവർ പറഞ്ഞത് വിജയനെ ഈ കാര്യത്തിൽ കുറ്റപ്പെടുത്താൻ പറ്റില്ല, ആ പോലീസ് ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് പറയേണ്ടത്. അത് ഈ പറഞ്ഞ പോലെ വിജയും ഈ പറഞ്ഞ പോലെ DMK-നെയും കേന്ദ്ര ഗവൺമെന്റിനെയും ഒരേപോലെ ആക്കുന്നതാണ്. പക്ഷെ കേന്ദ്ര ഗവൺമെന്റ് ഈ കാര്യത്തിൽ വിജയുടെ സ്റ്റാൻഡാണ് അവർ നിന്നിരിക്കുന്നത്. അപ്പൊ ഇനി പൊളിറ്റിക്കലി ഇനി ഏത് രീതിയിൽ പോകും എന്നുള്ളതൊക്കെയാണ് നോക്കാനുള്ളത്. നമ്മുടെ അല്ലു അർജുന്റെ ഒരു മരണം സംഭവിച്ചു. അല്ലു അർജുനും ആകെ ഡെസ്പായിരുന്നു. അത് ഒരെണ്ണത്തിൽ ഇപ്പൊ വിജയുടെ അവസ്ഥ എന്തായിരിക്കും നമുക്ക്. കാരണം വിജയ് ഒരുപാട് ഇങ്ങനെ ജനങ്ങളെ ഭയങ്കര സ്നേഹിക്കുന്ന ഒരാളായതുകൊണ്ട് ആള് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ടാവും. എന്തായാലും ആളുടെ ഒരു ഇതിനു വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ഞാൻ നല്ല രീതിയിൽ വെയിറ്റ് ചെയ്യാണ് ആളുടെ ഒരു സ്പീച്ചിന് വേണ്ടി. എന്താണ് ഇനി ആള് എക്സ്പ്ലനേഷൻ ചെയ്യാൻ പോണെന്നുള്ളത് എന്തായാലും നമുക്ക് നോക്കാം. കാത്തിരുന്ന് കാണാം.